6ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ ഒന്നാമത്തെ പാഠം അസ്വലാത്തു നിസ്കാരം. നമുക്ക് പാഠം നോക്കാം. മുസ്ലിംകളായ നമ്മുടെ ശാരീരികമായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് 5 വക്ത് നിസ്കാരമാണെന്ന് നമുക്ക് അറിയാമല്ലോ. നമ്മുടെ ശാരീരികമായ ഇബാദത്തുകൾ, ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകൾ, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് 5 വക്ത് നിസ്കാരമാണെന്ന് നമുക്ക് അറിയാമല്ലോ. നിസ്കാരം നിർവഹിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. അവ ഏതാണെന്നറിയാമോ? 5 വക്ത് നിസ്കാരം നിർവഹിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. ഭ്രാന്ത്, ബോധക്ഷയം, ഹൈള്, നിഫാസ് മുതലായവ അതിൽപ്പെട്ടതാണ്. ഭ്രാന്ത്, ബോധക്ഷയം. ഭ്രാന്തുണ്ടെങ്കിൽ നിസ്കരിക്കേണ്ടതില്ല. ബോധക്ഷയം, ഒരു മനുഷ്യന് ബോധമില്ലെങ്കിൽ നിസ്കരിക്കേണ്ടതില്ല. ഹൈള്, നിഫാസ്. ഭ്രാന്ത്, ബോധക്ഷയം സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ളതാണ്. എന്നാൽ ഹൈള്, നിഫാസ് ഈ രണ്ടും സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. ഹൈള്, നിഫാസ് ഉണ്ടായാൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പാടില്ല. നിസ്കാരം ഹറാമാണ്. നിസ്കാരത്തിൻ്റെ സമയം കടന്ന് ചുരുങ്ങിയ നിലയിൽ അത് നിർവഹിക്കാനുള്ള സമയം കഴിഞ്ഞ ശേഷം മേൽപ്പറഞ്ഞ ഏതെങ്കിലും തടസ്സമുണ്ടായാൽ ആ നിസ്കാരം ഖളാ വീട്ടൽ വാജിബാണ്. നിസ്കാരത്തിൻ്റെ സമയം കടന്നു ചുരുങ്ങിയ നിലയിൽ അത് നിർവഹിക്കാനുള്ള സമയം കഴിഞ്ഞു, അതിനുശേഷമാണ് മേൽപ്പറഞ്ഞ ഏതെങ്കിലും തടസ്സമുണ്ടായാൽ, ഭ്രാന്ത്, ബോധക്ഷയം, ഹൈള്, നിഫാസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ആ നിസ്കാരം ഖളാ വീട്ടൽ വാജിബാണ്. അതായത് ളുഹ്ർ നിസ്കാരത്തിൻ്റെ അത് ചുരുങ്ങിയ രൂപത്തിൽ നിർവഹിക്കാനുള്ള സമയം കഴിഞ്ഞു, അതിനുശേഷം ളുഹ്ർ നിസ്കാരത്തിൻ്റെ സമയമായി, അതിനുശേഷം 3-4 മിനിറ്റ് കഴിഞ്ഞാണ് ഭ്രാന്തുണ്ടായത് അല്ലെങ്കിൽ ബോധക്ഷയമുണ്ടായത് അല്ലെങ്കിൽ ഹൈളുണ്ടായത്. ഇങ്ങനെ ഇതിലേതെങ്കിലും ഒന്നുണ്ടായാൽ ളുഹ്ർ നിസ്കരിക്കാനുള്ള സമയമായി, അതിനുശേഷം ബാങ്ക് വിളിച്ചു, അതിനുശേഷം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞാണ് ഹൈളുണ്ടായത് എങ്കിൽ ആ നിസ്കാരം ഖളാ വീട്ടൽ വാജിബാണ്. ചുരുങ്ങിയ നിലയിൽ അത് നിർവഹിക്കാനുള്ള സമയം കഴിഞ്ഞ ശേഷമാണ് ഈ തടസ്സമുണ്ടായത്. അതുകൊണ്ട് ആ നിസ്കാരം ഖളാ വീട്ടൽ വാജിബാണ്. സമയത്തിൽ നിന്ന് ഒരു തക്ബീറിന് മാത്രം സമയം ബാക്കിയിരിക്കെ തടസ്സങ്ങൾ നീങ്ങുകയോ മുസ്ലിമാവുകയോ ചെയ്താൽ ആ നിസ്കാരവും അതിനു മുമ്പുള്ള നിസ്കാരം അതോടൊപ്പം ആക്കപ്പെടുന്നതാണെങ്കിൽ അതും നിസ്കരിക്കൽ നിർബന്ധമാണ്. അതായത് അസർ നിസ്കാരത്തിനുള്ള സമയമായി, അസർ നിസ്കാരത്തിനുള്ള ബാങ്ക് വിളിച്ചു, അതിൻ്റെ സമയമാണ്. അത് കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിനുള്ള സമയത്തിന് ഒരു തക്ബീറിന് മാത്രം സമയമുള്ളൂ. ആ ഒരു തക്ബീറിൻ്റെ സമയം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരമായി. അങ്ങനെ ഇരിക്കെ തടസ്സങ്ങൾ നീങ്ങുക എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്, ബോധക്ഷയം, ഹൈള്, നിഫാസ് ഈ 4 തടസ്സങ്ങളാണ്. ഇതിൽ ഭ്രാന്ത് സുഖപ്പെടുകയോ അല്ലെങ്കിൽ ബോധം നശിച്ചവന് ബോധം തിരികെ ലഭിക്കുകയോ, ഹൈള്, നിഫാസ് ഇതിൽ നിന്ന് ശുദ്ധിയാവുകയോ ചെയ്താൽ, മുസ്ലിമാവുകയോ ചെയ്താൽ, അതുവരെ അമുസ്ലിമായിരുന്ന ഒരാൾ, അതുവരെ മുസ്ലിം അല്ലാതിരുന്ന ഒരാൾ മുസ്ലിം ആവുകയോ ചെയ്താൽ ആ നിസ്കാരവും, ഏത് നിസ്കാരം? അസർ നിസ്കാരത്തിൻ്റെ സമയം കഴിയാൻ ഒരു തക്ബീറിനുള്ള സമയം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ആ നിസ്കാരവും, അസർ നിസ്കാരവും അതിനു മുമ്പുള്ള നിസ്കാരം അതോടൊപ്പം ആക്കപ്പെടുന്നതാണെങ്കിൽ, അസറിന് മുമ്പുള്ള നിസ്കാരം ളുഹ്റാണ്, ളുഹ്ർ നിസ്കാരം അസറിനോടുകൂടെ ആക്കപ്പെട്ടതാണ്, അതും നിസ്കരിക്കൽ നിർബന്ധമാണ്.
ലുഹറും അസറും നിസ്കരിക്കൽ നിർബന്ധമാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് മഗ്രിബും ഇശാവും ജമാക്കപ്പെട്ട നിസ്കാരങ്ങളാണ്. ലുഹർ അസറിനോടൊപ്പവും അല്ലെങ്കിൽ അസർ ലുഹറിനോടൊപ്പവും റക്അത്തുകളുടെ എണ്ണം ചുരുക്കാതെ നിസ്കരിക്കുന്നതിനാണ് ജംഅ എന്ന് പറയുന്നത്. അതുപോലെ മഗ്രിബ് ഇശായിനോടൊപ്പവും ഇശാ മഗ്രിബിനോടൊപ്പവും നമുക്ക് നിസ്കരിക്കാം. എന്നാൽ സുബ്ഹ് മറ്റേതൊരു നിസ്കാരത്തോടൊപ്പവും ജംആക്കപ്പെട്ടിട്ടില്ല. സമയമായാൽ ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം. സമയമായാൽ ഉടനെ നിസ്കരിക്കണം, അല്ലെങ്കിൽ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം. ഇല്ലെങ്കിൽ വല്ല കാരണത്താലും നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകുന്നതാണ്. എന്തെങ്കിലും കാരണത്താൽ അവന് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകുന്നതാണ്. നിസ്കാരം അതിൻ്റെ സമയത്തു തന്നെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസു 5 വക്ത് നിസ്കാരങ്ങൾ, വൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയും, വ റമളാനു ഇലാ റമളാൻ ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയും, മുകഫിറാത്തുൻ ലിമാ ബൈനഹുന്ന ഇദജ്തുനിബത്തിൽ കബാഇറു വൻ ദോഷങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്താൽ അവയ്ക്കിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും. ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയും ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയും വൻ ദോഷങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്താൽ അവയ്ക്കിടയിലുള്ള പാപങ്ങൾ, ചെറിയ ദോഷങ്ങൾ പൊറുക്കപ്പെടും. അസ്സലവാത്തുൽ ഖംസു 5 വക്ത് നിസ്കാരങ്ങൾ കൊണ്ട്. തദ്രീബാത്ത്, ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. 1. ഉത്തരം പറയാം. 1. നിസ്കാര സമയമായാൽ എന്തു ചെയ്യണം? അതിൻ്റെ ഉത്തരം, സമയമായാൽ ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം. അതിൻ്റെ ഉത്തരം, സമയമായാൽ ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം. 2. നിസ്കാര സമയം കഴിയും മുമ്പ് ഹൈളുണ്ടായാൽ നിസ്കരിക്കാത്തതിൻ്റെ മേൽ അവൾ കുറ്റക്കാരിയാകും എപ്പോൾ? നിസ്കാര സമയം കഴിയും മുമ്പ് ഹൈളുണ്ടായാൽ നിസ്കരിക്കാത്തതിൻ്റെ മേൽ അവൾ കുറ്റക്കാരിയാകും എപ്പോൾ? ഇതിൻ്റെ ഉത്തരം, സമയമായാൽ ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം. ഇല്ലെങ്കിൽ വല്ല കാരണത്താലും നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറ്റക്കാരിയാകുന്നതാണ്. അതിൻ്റെ ഉത്തരം എഴുതേണ്ടത്, സമയമായാൽ ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം. ഇല്ലെങ്കിൽ വല്ല കാരണത്താലും നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറ്റക്കാരിയാകുന്നതാണ്. 3. നിസ്കാരത്തിനുള്ള തടസ്സങ്ങൾ ഏതെല്ലാം? അതിൻ്റെ ഉത്തരം, ഭ്രാന്ത്, ബോധക്ഷയം, ഹൈള്, നിഫാസ്. അതിൻ്റെ ഉത്തരം, ഭ്രാന്ത്, ബോധക്ഷയം, ഹൈള്, നിഫാസ്. 4. സൂര്യൻ ഉദിക്കും മുമ്പ് ഭ്രാന്ത് സുഖപ്പെട്ടാൽ ഏതെല്ലാം നിസ്കരിക്കണം? സൂര്യൻ ഉദിക്കും മുമ്പ് ഭ്രാന്ത് സുഖപ്പെട്ടാൽ ഏതെല്ലാം നിസ്കരിക്കണം? സുബ്ഹ് മാത്രം നിസ്കരിച്ചാൽ മതി. സൂര്യൻ ഉദിക്കും മുമ്പുള്ള നിസ്കാരം സുബ്ഹ് മാത്രം നിസ്കരിച്ചാൽ മതി. കാരണം എന്താണ്? സുബ്ഹി നിസ്കാരം മറ്റൊരു നിസ്കാരത്തോടൊപ്പവും ജംആക്കപ്പെടുകയില്ല. ഇതിൻ്റെ ഉത്തരം സുബ്ഹ്. കാരണം എന്താണ്? സുബ്ഹി നിസ്കാരം മറ്റൊരു നിസ്കാരത്തോടൊപ്പവും ജംആക്കപ്പെടുകയില്ല. ലുഹർ അസറിനോടൊപ്പവും അസർ ലുഹറിനോടൊപ്പവും ജംആക്കപ്പെടും. മഗ്രിബ് ഇശാഇനോടൊപ്പവും ഇശാ മഗ്രിബിനോടൊപ്പവും ജംആക്കപ്പെടും. എന്നാൽ സുബ്ഹ് നിസ്കാരം മറ്റൊരു നിസ്കാരത്തോടൊപ്പവും ജംആക്കപ്പെടുകയില്ല. 2. യോജിച്ചതിനോട് ചേർക്കാം. ബ്രാക്കറ്റിൽ ഖളാഅ് വീട്ടണം, ഖളാഅ് വീട്ടേണ്ടതില്ല. 1. സമയം കടന്നു 10 മിനിറ്റ് കഴിഞ്ഞു ബോധക്ഷയം ഉണ്ടായാൽ.
സമയം കടന്നു 10 മിനിറ്റ് കഴിഞ്ഞ് ബോധക്ഷയം ഉണ്ടായാൽ 10 മിനിറ്റ് മതി അത് നിസ്കരിക്കാൻ. അതുകൊണ്ട് ഖളാ വീട്ടണം. അതിൻ്റെ ഉത്തരം ഖളാ വീട്ടണം. 2. സമയമായി 1 മിനിറ്റ് കഴിഞ്ഞു ഹൈലുണ്ടായാൽ. സമയമായി 1 മിനിറ്റ് കഴിഞ്ഞ് ഹൈലുണ്ടായാൽ അത് നിസ്കരിക്കാനുള്ള സമയം അവിടെ ഇല്ല. അതുകൊണ്ട് ഖളാ വീട്ടേണ്ടതില്ല. സമയമായി 1 മിനിറ്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഖളാ വീട്ടേണ്ടതില്ല. രണ്ടാമത്തേൻ്റെ ഉത്തരം ഖളാ വീട്ടേണ്ടതില്ല. 3. വൃത്തിയായി എഴുതാം. 1. പാഠത്തിൽ വന്ന 10 പദങ്ങൾ. ഇവിടെ വൃത്തിയായി എഴുതാനുള്ളതാണ്. പാഠത്തിൽ വന്ന 10 പദങ്ങൾ. പാഠത്തിൽ നിന്നും ഏതെങ്കിലും 10 പദങ്ങൾ എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. നിസ്കാരം, തടസ്സങ്ങളുണ്ട്, ഭ്രാന്ത്, ബോധക്ഷയം, ഹൈല്, നിഫാസ്, ഖളാ വാജിബാണ്, തക്ബീർ, തടസ്സങ്ങൾ, ജംഅ്, കുറ്റക്കാരനാകുന്നതാണ്. അങ്ങനെ ഇഷ്ടമുള്ള 10 വാക്കുകൾ നോക്കി എഴുതാം. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 6ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.